UDF മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം നൽകാൻ ധാരണ. ലീഗ് നേതാക്കൾ നടത്തിയ ഘടകകക്ഷി ചർച്ചയിലാണ് തീരുമാനം. PK കുഞ്ഞാലിക്കുട്ടിക്ക് വ്യവസായ വകുപ്പും IT-യും തന്നെ ലഭിക്കും. കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ N ഷംസുദ്ദീൻ, KM ഷാജി, പാറക്കൽ അബ്ദുള്ള, VE അബ്ദുൽ ഗഫൂർ എന്നിവരെയാണ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. 2 മന്ത്രിസ്ഥാനം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മുസ്ലിം ലീഗ് 5 മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് പാണക്കാട് ഹാളിൽ ചേർന്ന യോഗത്തിൽ 5 പേർ ആരൊക്കെ എന്നതിൽ ഏകദേശ ധാരണയിലുമെത്തി. ഉമ്മൻചാണ്ടി സർക്കാരിൽ വ്യവസായവും IT-യും കൈകാര്യം ചെയ്ത PK കുഞ്ഞാലിക്കുട്ടി സതീശൻ സർക്കാരിലും ഉണ്ടാകും. അതേ വകുപ്പുകൾ തന്നെ കൈകാര്യം ചെയ്യാനാണ് സാധ്യത. മണ്ണാർക്കാട് MLA N ഷംസുദ്ദീനാണ് മന്ത്രിസ്ഥാനം ഉറപ്പിച്ച രണ്ടാമൻ. നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ KM ഷാജിയെയും മന്ത്രിയാക്കാൻ ധാരണയായി. കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ള, കളമശ്ശേരി MLA-യും മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകനുമായ VE അബ്ദുൽ ഗഫൂർ, മഞ്ചേശ്വരം MLA AKM അഷ്റഫ് എന്നിവരാണ് പരിഗണനയിലുള്ള മറ്റു പേരുകൾ. നാളത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ മന്ത്രിമാരിലും വകുപ്പുകളിലും അന്തിമ തീരുമാനമുണ്ടാകും. ഇന്നത്തേത് കഴിഞ്ഞു. നാളെ ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഇല്ലേ എന്നുള്ളത് എല്ലാവരുമായിട്ടുള്ള സംസാരം കഴിഞ്ഞാലല്ലേ അവർക്ക് അന്തിമമായി പറയാൻ പറ്റും. UDF-ന്റെ തീരുമാനം UDF എല്ലാം അപ്രൂവ് ചെയ്യുമ്പോൾ എല്ലാ കക്ഷികളുമായിട്ടുള്ള ഡിസ്കഷൻസ് കഴിഞ്ഞിട്ടേ UDF-ന്റെ തീരുമാനം അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങളുടെ ഡിസ്കഷന്റെ ഡീറ്റെയിൽസ് വി ആർ നോട്ട് സപ്പോർട്ട്സ് ടു സേ. മലപ്പുറത്ത് നിന്ന് മാത്രം 3 മന്ത്രിമാർ വേണോ എന്ന ചർച്ചയാണ് PK ബഷീറിന്റെ വഴിയടച്ചത്. ഉഭയകക്ഷി ചർച്ച കൂടി പൂർത്തിയായ മന്ത്രിമാരെ പ്രഖ്യാപിക്കും. നേതൃയോഗത്തിന് മുൻപ് നേതാക്കളെ കാണാൻ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്തെ പാണക്കാട് ഹാളിലെത്തി. മന്ത്രിമാരുടെ കാര്യത്തിൽ ലീഗുമായി തർക്കമുണ്ടാകില്ലെന്ന് VD സതീശൻ പറഞ്ഞു. ഞങ്ങള് സഹോദര സംഘടനകളിലാണ്, ചേർത്ത് നിർത്തും. ഞങ്ങളുടെ ചില സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് മേധാവിത്വമുള്ള സ്ഥലത്ത് നമ്മൾ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ജയിപ്പിച്ചും കൊണ്ട് വന്നു. ഞങ്ങൾക്ക് മേധാവിത്വമുള്ള സ്ഥലങ്ങളിൽ അവരുടെ ചില സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. പരസ്പരം എല്ലാ കക്ഷികളും 2 മന്ത്രിസ്ഥാനം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. 1 മന്ത്രിസ്ഥാനം മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ മികച്ച വകുപ്പ് വേണമെന്നാണ് ആവശ്യം. ലീഗിന് ധാരണയായ പൊതുമരാമത്ത് വകുപ്പിലാണ് ജോസഫ് വിഭാഗത്തിന്റെ കണ്ണ്. അതിനിടെ അബു ജോൺ ജോസഫിന് മന്ത്രിസ്ഥാനം നൽകരുതെന്നാവശ്യപ്പെട്ട് തോമസ് ഉണ്ണിയാടൻ അനുകൂലികൾ MLA ഹോസ്റ്റലിന് മുൻപിൽ പ്രതിഷേധിച്ചു. 13 സീറ്റിൽ 4 പേര് ജയിച്ചിട്ടുള്ളൂ. ഏക CPM-ന്റെ MLA തോൽപ്പിച്ചില്ല ഇരിയാലക്കുടയാണ്. ആലോചിച്ച് നോക്കണം. അത് തോമസ് ഉണ്ണിയാടൻ സാറാണ്. കാരണം എന്തുകൊണ്ട് സീനിയറായ, എന്തുകൊണ്ട് യോഗ്യനായിട്ടുള്ള ഒരു MLA ആണ് തോമസ് ഉണ്ണിയാടൻ. അദ്ദേഹത്തിനെ പരിഗണിക്കണം എന്ന് ഞങ്ങളുടെ റിക്വസ്റ്റാണത്, അല്ലാതെ പ്രതിഷേധ സമരമല്ല. ഞങ്ങൾ ഇതിന്റെ മറുപടി കിട്ടിയിട്ട് ഇവിടുന്ന് പോകുന്നു. ട്രിവാൻഡ്രം ഞങ്ങൾ വിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലാതെ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമൊന്നുമല്ല. ജലവിഭവ വകുപ്പ് വേണമെന്ന് RSP ആവശ്യപ്പെട്ടെന്നാണ് വിവരം. വകുപ്പുകളുടെ കാര്യത്തിൽ കടുംപിടുത്തമില്ലെന്നും ചർച്ചകളിൽ RSP ഹാപ്പിയാണെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. ഞങ്ങളെപ്പോഴും ഹാപ്പിയാണല്ലോ. ഞങ്ങൾ റിസൾട്ട് വന്ന ദിവസം മുതൽ ഞങ്ങൾ ഹാപ്പിയാണ്. കാരണം അല്ലല്ല, അതൊക്കെ ചുമ്മാ ഞങ്ങളല്ല. അനൂപ് ജേക്കബിനും മാണി C കാപ്പനും ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം അനുവദിക്കാമെന്ന നിലപാടിലാണ് കോൺഗ്രസ്. എന്നാൽ 5 വർഷം മന്ത്രിസ്ഥാനം വേണമെന്നാണ് അനൂപ് ജേക്കബിന്റെ ആവശ്യം. മന്ത്രിസ്ഥാനം ടേം വ്യവസ്ഥയിലാണോ എന്ന ചോദ്യത്തിന് ചർച്ച നാളെയും തുടരുമെന്നായിരുന്നു മറുപടി. മന്ത്രിമാർ ആരാകുമെന്നതിലും വകുപ്പുകൾ കൈമാറുന്നതിലും നാളെ അന്തിമ തീരുമാനമാകും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.